നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ? ഒരു OET ലെറ്റർ എഴുതുമ്പോൾ ഇങ്ങനെയൊരു കൺഫ്യൂഷൻ വരാറുണ്ടോ? പഠിക്കുന്ന ടൈമിൽ നമുക്കിത് ആലോചിച്ച് സമയം കളയാനുണ്ട്. എന്നാൽ എക്സാമിന് പോകുമ്പോഴോ ആകെ കിട്ടുന്നത് ഒരു 45 മിനിറ്റ്സ്. അതിൽ റിലവൻറ്റ് നോക്കണം, ഓർഗനൈസ് ചെയ്യണം, ഗ്രാമർ നോക്കണം, സെൻറ്റൻസ് സ്ട്രക്ചർ ഫോം ചെയ്യണം. എന്നാൽ ഇതൊക്കെ നോക്കാൻ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? എനിക്ക് കിട്ടിയ ലെക്ചർ അത് നോൺ ആണോ അൺനോൺ ആണോ എന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ ഇത് കുറച്ചും കൂടെ ഈസി ആക്കാൻ നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ ഓർത്തിരുന്നാൽ എളുപ്പമാവും. മെജോറിറ്റി സ്റ്റുഡൻസിന് വരുന്ന ഒരു മിസ്റ്റേക്കാണ് ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ലോക്കൽ നഴ്സ്, ലോക്കൽ ഡോക്ടർ ഇങ്ങനെയൊക്കെയുള്ളൊരു വാക്ക് കണ്ടാൽ പെട്ടെന്ന്, അതായത് ഈ ഫാമിലി ലോക്കൽ എന്നൊരു വാക്ക് കിട്ടിയല്ലോ, അത് വെച്ചിട്ട് ഇത് നോൺ ആണെന്ന് പറയും. എന്നാൽ ഈ വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും ലെക്ചർ നോൺ കേസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു അൺനോൺ കേസ് ആണ്. അതേസമയം നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ പേഷ്യൻസ് GP, ഹിസ് ഓർ ഹെർ GP അല്ലെങ്കിൽ പേഷ്യൻ്റെ പേര് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റെ പേര് മിസ് മരിയ എന്ന് വെച്ചോ. മിസ് മരിയാസ് GP, അതായത് അവളുടെ GP അല്ലെങ്കിൽ അവൻ്റെ GP എന്ന ഒരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? അത് നോൺ കേസ് ആണെന്ന് പറയാം. മറ്റൊരു വഴി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് നോക്കിയിട്ടാണ്. റൈറ്റിംഗ് ടാസ്കിൽ തന്നിരിക്കുന്ന റീഡറിൻ്റെ അഡ്രസ്സും പേഷ്യൻറ്റിൻ്റെ അഡ്രസ്സും ഒരേപോലെ ആണെങ്കിൽ നമ്മൾക്ക് പറയാം ഇതൊരു നോൺ കേസ് ആണെന്ന്. അഡ്രസ്സ് അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം എന്നായിരിക്കും നെക്സ്റ്റ് ആലോചിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് അഡ്രസ്സ് എന്ന് തന്നെ തരും, അല്ലെങ്കിൽ നമുക്ക് റെസിഡൻസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കാണാം. അതുമല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നോക്കിയാൽ അവരുടെ അഡ്രസ്സ് കിട്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെയാണെങ്കിൽ നമ്മൾക്ക് പറയാം ഇതൊരു നോൺ കേസ് ആണ് എന്ന്. അടുത്തൊരു കാര്യം ചോദിക്കുന്നതാണ്, ടൈപ്പ് ഓഫ് ലെറ്റർ, ആ ഒരു പേര് വെച്ചിട്ട് നമുക്കിത് നോൺ കേസ് കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്, കണ്ടുപിടിക്കാം. അതായത് റെഫറൽ ലെറ്റർ, ആ ഒരു ലെറ്ററിന് മാത്രം, ബാക്കിയുള്ള ഡിസ്ചാർജോ ട്രാൻസ്ഫറോ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ റെഫറൽ ലെറ്ററിന്റെ ആ ഒരു വാക്കുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ലെറ്റർ ഒരു അൺനോൺ കേസ് ആണെന്ന്. കാരണം റെഫർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഒബ്വിയസ്ലി അതെന്താണ്? അതൊരു അൺനോൺ കേസ് ആണ്. സോ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ടിപ്പ് ഓർത്തിരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്നത് റെഫറൽ ലെറ്റർ ആണെങ്കിൽ അത് അൺനോൺ കേസ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരു കാര്യം മൈൻഡിൽ ഓർത്താൽ മതി, നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെറ്ററിൽ കൃത്യമായിട്ട് റീഡറും പേഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് ആ ഒരു ലെറ്റർ വായിക്കുമ്പോൾ ഒന്നെങ്കിൽ അഡ്രസ്സ് വെച്ചിട്ടോ, അല്ലെങ്കിൽ ആ ഒരു ലെറ്ററിൻ്റെ പേര് വെച്ചിട്ടോ, അല്ലെങ്കിൽ ആ ഒരാളുടെ ഡെസിഗ്നേഷൻ വെച്ചിട്ടോ, എന്താണെങ്കിലും അവർ തമ്മിലൊരു കണക്ഷൻ നമുക്ക് ആ ലെറ്ററിൽ നിന്ന് മനസ്സിലാവുന്നത് തന്നെയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച്.